വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. കൊൽക്കത്ത അങ്ങനെ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. സൺറൈസേഴ്സ് ആദ്യത്തെ ഒരു കൂറ്റൻ വിജയത്തിന് ശേഷം തുടരെ പരാജയം തന്നെയല്ലേ. അപ്പം എങ്ങനെയാണ് കൊൽക്കത്ത തിരിച്ചു വന്നത്? കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നലത്തെ ഒരു പ്ലേയിങ് ലെവൻ നോക്കി കഴിഞ്ഞാൽ 9 പേര്, അതായത് ആദ്യത്തെ 9 പേരും ബാറ്റ്സ്മാൻമാരാണ്. ഞാൻ നമ്മളെ കമന്റേറ്റേഴ്സ് ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ 9 പേര്, അതായത് ഹർഷിത് റാണയും വരുൺ ചക്രവർത്തി ഒഴികെ പ്ലേയിങ് ലെവലിലുള്ള 9 പേരും ബാറ്റ്സ്മാൻമാരാണ്. അതായത് സുനിൽ നരേനും ഡീകോക്കും തുടങ്ങി രമൺദീപ് സിംഗ് വരെ ബാറ്റേഴ്സും ആണ് ആ ടീമിലുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അത് തന്നെയാണ് കാരണം ഇന്നലെ തുടക്കത്തിൽ തന്നെ നരേൻ്റെ വിക്കറ്റ് അതുപോലെ ഡീകോക്കിൻ്റെ വിക്കറ്റും പോകുമ്പോഴും ആ ടീമിന് ഒരു പ്രഷർ വരാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ രഘുവംശിയും രഹാനയും കൂടിയിട്ട് ആ ഒരു വിക്കറ്റ് പോയി ആ ഒരു പ്രഷർ വരുത്താതെ തന്നെ സ്കോർ പതിയെ മുമ്പോട്ട് പോകുന്നൊരു കാഴ്ച. പിന്നെ അവരുടെ വിക്കറ്റ് പോയതിന് ശേഷം പിന്നീട് വെങ്കടേഷ് ആയാലും റിങ്കു സിംഗ് ആയാലും അവസാനത്തെ ആ ഒരു 8-10 ഓവർ ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തന്നെ ഹിറ്റ് ചെയ്ത് ആ ഒരു സ്കോർ 200 എത്തിക്കുകയാണ്. 200 എന്ന് പറയുന്നത് ഒരു ചേസ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് തന്നെയാണ് ഈഡൻ ഗാർഡൻസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം കൊൽക്കത്തയുടെ ഒരു ബോളിംഗ് സ്ട്രെങ്ത് വെച്ചിട്ട് അവർക്ക് പിടിക്കാവുന്നൊരു സ്കോറുമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ബാറ്റിംഗ് കാണാൻ, നല്ലൊരു ചേസ് കാണാൻ എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമുക്കറിയാം സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് സ്ട്രെങ്ത്തും കൊൽക്കത്തയുടെ ഒരു ബോളിംഗ് സ്ട്രെങ്ത്തും കൂടിയുള്ളൊരു ഒരസൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും. പക്ഷേ കൊൽക്കത്തയുടെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെ വന്നെറിഞ്ഞു. നല്ല വൈഭവ് അറോറ, ഒരു ഇമ്പാക്റ്റ് പ്ലെയർ, നമ്മളെടുത്ത് വരണം. അദ്ദേഹമാണ് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് എത്തി. ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെങ്കടേഷ് അയ്യറിനാവുന്നതാണ്. പക്ഷേ ഹെഡൻ്റെയും ക്ലാസൻ്റെയും ഇഷൻ കിഷൻ്റെയും വിക്കറ്റ് തൂക്കിയ വൈഭവ് അറോറയ്ക്ക് തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് അവർ കൊടുക്കാനുണ്ടായത്. അപ്പോൾ ഇന്നലെ ബോളിംഗ്, ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു മത്സരത്തിന് ശേഷം സൺറൈസേഴ്സ് ബാറ്റ്സ്മാൻമാർ ആരും ഫോമിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മ ഇതുവരെ ഫോം കണ്ടെത്തിയിട്ടില്ല. ഹെഡ് ഒരു നല്ലൊരു ഇന്നിങ്സ്, ഒരു വലിയൊരു ലോങ് ഇന്നിങ്സ് കളിക്കുന്നില്ല. അതുപോലെ ക്ലാസിന് എപ്പോഴും ഈ സ്ലോ സ്റ്റാർട്ടിന് ശേഷം ക്ലാസിന് ആ ഒരു പ്രഷർ വരുന്നുണ്ട്. ക്ലാസിനും ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്നില്ല. ഇഷൻ കിഷൻ ആദ്യത്തെ മത്സരത്തിന് ശേഷം പിന്നീട് ഫോം ആയിട്ടില്ല. അതുപോലെ നിതീഷ് റെഡ്ഡിക്കും നല്ലൊരു ഫോം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ ഒരു സ്ഥിരതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈഭവ് അറോറ അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഓരോ വിക്കറ്റുകൾ വരുൺ ചക്രവർത്തി എടുത്ത് ആ ടീമിനെ മൊത്തത്തിൽ 120 എന്ന് പറയുന്നൊരു ചെറിയ സ്കോറിന് ഒതുക്കി ഒരു 80 റൺ ഒരു കൂറ്റൻ വിജയം. ഇനി കൊൽക്കത്തയ്ക്ക് ഒരു ഊർജ്ജം തന്നെയാണ്. കാരണം ഒരു ജയം മാത്രമാണ് 3 മത്സരങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയോട് വളരെ ദയനീയമായൊരു തോൽവി. അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രഷറിലായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 8-9 ബാറ്റ്സ്മാൻമാരെ വരെ ഇറക്കി നോക്കിയിട്ടും അവർക്ക് നല്ലൊരു ചേസ് ചെയ്യാൻ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ അവരുടെ കാര്യങ്ങൾ അവരുടെ കൺട്രോളിൽ തന്നെയായിരുന്നു എന്ന് പറയാം. അല്ല, എങ്ങനെയാണ് ഇപ്പോൾ SRH കൂടുതൽ ഇപ്പോൾ എല്ലാ കളികളിലും അവർ ആദ്യത്തെ കളിയും മാറ്റി നിർത്തി നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് എല്ലാ കളിയിലും പെട്ടെന്ന് ഇങ്ങനെ വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? കാരണം ഒരു ബാറ്റ്മാൻ പോയി എന്നല്ല, ഓപ്പണർ മാത്രമല്ല, മിഡിൽ വരെ ഒരു 4-5 വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ് ഓവറിൽ തന്നെ. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു അപ്രോച്ച് നമ്മൾ മുന്നേ പറഞ്ഞു. അതായത് ബാക്കി ഏത് ടീമിനെടുത്താലും ഒരു അറ്റത്തൊരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1-2 ഓവറോ ആ ഒരു റൺ റേറ്റ് സ്ലോ ഡൗൺ ആക്കും അവർ. ആ ഒരു വിക്കറ്റ് പോയ ഉടനെ തന്നെ നമ്മൾ തൊട്ടടുത്ത ബോളിൽ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തില്ല. പക്ഷേ SRHൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് SRH ഇന്നിങ്സ് ഏത് ഘട്ടത്തിലും സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കില്ല എന്നുള്ളതാണ്. ഫ്രം ദ ഫസ്റ്റ് ബോൾ അവരടിക്കാൻ തന്നെയാണ് നോക്കുക, ഹിറ്റ് ചെയ്യാൻ തന്നെയാണ് നോക്കുക. അപ്പോൾ അവരുടെ ആ ഒരു അപ്രോച്ച് തന്നെയാണ് ബാക്കിയുള്ള ടീമുകൾ മുതലെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ ഓവേഴ്സിലുള്ള ഒരു സ്ലോ കട്ടേഴ്സും അല്ലെങ്കിൽ പേസർമാർ യൂസ് ചെയ്യുന്ന സ്ലോ ഓവേഴ്സ്, കട്ടേഴ്സ്, ഇതിലൊക്കെ SRHൻ്റെ ബാറ്റ്സ്മാൻമാർ വീഴുകയാണ്. അഭിഷേക് ശർമ്മ ആയാലും ഹെഡായാലും തുടക്കം തന്നെ വീണു പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും വിക്കറ്റ് വീഴുമ്പോൾ തന്നെ ബാക്കി ഇപ്പോൾ നിതീഷ് റെഡ്ഡി ആയാലും ഇഷൻ കിഷൻ ആയാലും ഇന്നിങ്സ് ഒന്നും സ്ലോ ഡൗൺ ചെയ്യുന്നില്ല. അവരും ആ ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം. അപ്പോൾ അങ്ങനെ വിക്കറ്റുകൾ നഷ്ടപ്പെടുക. നമ്മൾ ആദ്യമേ പറഞ്ഞു പക്ഷേ ഇവരുടെ ആ ഒരു അപ്രോച്ച് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു കൂറ്റൻ സ്കോറിലോട്ട് ആ ടീം എത്തും. പക്ഷേ അല്ലാത്ത പക്ഷം ഒരു ചെറിയ സ്കോറിൽ ഒതുങ്ങും. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SRH എന്തായാലും ഇപ്പോൾ ഈ 3 മത്സരങ്ങളിലായിട്ട് അവർ തോൽവി വഴങ്ങുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഗെയിം പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തും. കാരണം ടോപ്പ് ഓർഡർ കഴിയുമ്പോൾ ഒരു മിഡിൽ ഓർഡറിൽ ക്ലാസ്സിനൊഴികെ ബാക്കി ആൾക്കാർക്ക് ആർക്കും ഒരു സ്ഥിരത കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരിക്കലും അവർ ആ ഒരു ടോപ്പ് ഓർഡറിൻ്റെ വിക്കറ്റ് വെറുതെ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. എന്തായാലും ഇനി വരും മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. കാരണം ബോളിങ്ങിലോട്ട് വരുമ്പോൾ
നമുക്കറിയാം ഇപ്പോൾ സിമർജിത്ത് സിംഗ് അല്ലെങ്കിൽ ഷമി ആയാലും ഒന്നും ഭയങ്കരമായിട്ടുള്ള എക്കണോമിക്കലായിട്ട് പന്തെറിയുന്നില്ല. സോ ബാറ്റിങ്ങിൽ തന്നെ അവർക്ക് പിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബെറ്റർ ബാറ്റിംഗ് ടാക്ടിക്സ് അവർ കൊണ്ടുവരുമെന്ന് വിചാരിക്കുക. എന്തായാലും KKRന് ഒരു ഗുഡ് സൈനാന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മാച്ച്. കാരണം അവരെ നരേനായാലും ഡീകോക്ക് ആയാലും പെട്ടെന്ന് എല്ലാ മാച്ചിലും ഔട്ട് ആവുകയാണ്. ഇപ്പോൾ അത് ഈ മാച്ചിൽ അങ്ങനെ തന്നെയായി, പെട്ടെന്ന് ഔട്ട് ആവുന്ന രീതി. പക്ഷേ അതിനുശേഷം വന്ന വെങ്കടേഷ് ആയാലും റിങ്കു ആയാലും നല്ല ഫോമിൽ വന്നപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് തന്നെ ഫോം ആയപ്പോൾ തന്നെ 200ൻ്റെ അടുത്ത് ടാർഗറ്റ് അവർ സിമ്പിളായിട്ട് എത്തിയ പോലെ. അപ്പോൾ അവർ നരേനും ഡീകോക്കും എന്താണ് അവർക്ക് എന്താ പ്രശ്നം? അല്ല, ഡീകോക്ക് ഒരു കളി 93 റൺസ് അടിച്ച് ഡീകോക്ക് ഫോമിലാണ്. അപ്പം ഇന്നലെ ഒരു കറക്റ്റ് ആയില്ല. എല്ലാ കളി ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലല്ലോ. എനിവേ കൊൽക്കത്തയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അത് ഭീകരമാണ്. നമ്മൾ പറഞ്ഞു ഇന്നലെ 9 ഓളം ബാറ്റ്സ്മാൻമാരാണ് ടീമിലുള്ളത്. അതായത് നരേൻ, ഡീകോക്ക്, പിന്നീട് രഘുവംശി, റഹാനെ, വെങ്കടേഷ്, റിങ്കു, റസൽ, രമൺദീപ്, അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അവർ. അപ്പോൾ അവർക്ക് വിക്കറ്റ് നോക്കാതെ കളിക്കാം. സ്റ്റിൽ ഇന്നലെ റഹാനെ ആയാലും രഘുവംശി ആയാലും ആ ഒരു അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു 100 എത്തുന്നവരെ അവർ അത്യാവശ്യം വലിയ അനാവശ്യ ഷോട്ടുകൾക്കൊന്നും മുതിരാതെയാണ് കളിച്ചത്. സ്റ്റിൽ ആ റൺ റേറ്റ് താഴെ പോയുമില്ല. അപ്പോൾ പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ആ ഒരു പ്രഷറില്ലാതെ തന്നെ കളിക്കാൻ പറ്റും. ഇന്നലെ കൊൽക്കത്തയുടെ ഒരു അപ്രോച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ അവർ തോറ്റു, അല്ല 2-3 മത്സരങ്ങൾക്ക് തോറ്റ് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കുറവുണ്ടായിട്ടില്ല ഇന്നലത്തെ മത്സരത്തിൽ. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഫാൻസിന് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും KKR ഫാൻസിന് ഇന്ന് ആഘോഷിക്കാം. കാരണം ബാറ്റിങ്ങിലും അതുപോലെ ബോളിങ്ങിലും എല്ലാ മേഖലയിലും അവർ നല്ല മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ ചാമ്പ്യന്മാരാണെന്ന് തെളിയിച്ചുകൊണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പേര് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെങ്കടേഷ് അയ്യരാണ്. കാരണം 20 കോടിക്ക് മുകളിൽ അദ്ദേഹത്തിന് എടുത്തു. ആദ്യത്തെ 3 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് 2 അക്കം പോലും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായി. പക്ഷെ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് നോക്കി കഴിഞ്ഞാൽ വളരെ പതിയെ താളത്തിൽ തുടങ്ങി അവസാനമായപ്പോൾ അങ്ങനെ കത്തിക്കയറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു സ്കോർ 200 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലോട്ട് ടോട്ടൽ എത്താനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അതുപോലെ റിങ്കു സിംഗും ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൊൽക്കത്ത ബാറ്റിംഗ് ലൈനപ്പ് അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ടീമുകളൊന്ന് പേടിക്കണം കൊൽക്കത്തയുടെ ഒരു ബാറ്റിങ്ങിനെ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കൊല്ലത്തെ കടം വീട്ടാൻ പറ്റിയില്ല SRHന് ഫൈനലത്തെ. അപ്പോൾ ഇന്നത്തെ കളി മുംബൈ ലക്നൗവാണ്. അപ്പോൾ മുംബൈ ഇന്നും വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.